യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്നലെ പങ്കെടുക്കാത്ത ആരെങ്കിലും ഇന്ന് പങ്കെടുക്കുന്നവരുണ്ടാകാം. നിങ്ങളാ എഴുതി വച്ചിരിക്കുന്ന 3 നിയോഗങ്ങൾ ഒരു നിമിഷം ഒന്ന് കരങ്ങളിലെടുക്കാം. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിയോഗം ഉപവാസത്തോടെയാണ് പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നത്. ഈ പ്രഭാതത്തിൽ ഇത് കാണുന്നവരുണ്ട്, മറ്റു സമയത്ത് നിയോഗം വെച്ച് കാണുന്നവരുണ്ട്. ആരായിരുന്നാലും നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവേ, എനിക്കിവിടെ വ്യക്തിപരമായി കിട്ടിയ നിയോഗമുണ്ട്. ഇവിടെ വന്ന് എഴുതി വച്ച നിയോഗ പ്രാർത്ഥനകളുണ്ട്. അതോടൊപ്പം ഇത് വാട്സപ്പിലൂടെ, ഇമെയിലിലൂടെ, എഴുത്തിലൂടെയൊക്കെ അയച്ചു തന്ന ആയിരക്കണക്കിന് നിയോഗങ്ങളുണ്ട്. അതെല്ലാം ഈ അൾത്താരയിലുണ്ട്. ഇവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ നിയോഗത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കത്താവേ, ഈ 10 നാളത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരെഴുതിയ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ അതിനുവേണ്ടി നിയോഗിച്ചൊരു വ്യക്തി എന്ന നിലയിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാനും ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ മനസ്സിൽ വന്നൊരു ഉത്തരമാണ്, ഞാനും നിങ്ങളും വലിയൊരു അനുഗ്രഹത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. ഞാനും നിങ്ങളും വലിയൊരു സൗഖ്യത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. ഞാനും നിങ്ങളും വലിയൊരു നന്മയുടെ തൊട്ടടുത്താണുള്ളത്. അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു വലിയ നന്മ. എത്രയോ ഈ നിയോഗ പ്രാർത്ഥനയിൽ കൂടി എത്രയോ ദുരിതങ്ങളും ദുരന്തങ്ങളും അപകടങ്ങളും സംഭവിക്കേണ്ട സ്ഥാനത്ത് സംഭവിക്കാതെ മാറിപ്പോയിട്ടുണ്ടെന്നറിയാമോ? എത്രയോ കുടുംബങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെല്ലാ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു നിയോഗത്തോടെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകാം. കർത്താവെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. ആ നിയോഗ കൈകളിലെടുത്ത് നിങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ്, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു. അങ്ങയുടെ വാക്ക് ഞാൻ അനുസരിക്കുന്നു. അങ്ങയുടെ വാക്കാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇന്ന് മുഴങ്ങുന്നത്. ഞാനത് ഏറ്റെടുക്കുന്നു. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എഴുതി വച്ച 3 നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി അത് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എഴുതി വച്ച നിയോഗങ്ങളെ, കുടുംബത്തിൽ സൂക്ഷിച്ച നിയോഗങ്ങൾ, ഇവിടെ എഴുതി വച്ച നിയോഗങ്ങൾ, അയച്ചു കിട്ടിയ നിയോഗങ്ങൾ, പ്രാർത്ഥനയിൽ വച്ചിട്ടുള്ള പ്രാർത്ഥനകൾ സകലതും സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, ഈ ആലയത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾ ഇന്ന് സ്വീകരിക്കണമേ. ആ 3 നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് സ്വീകരിക്കണമേ, സാധിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ആ നിയോഗ പ്രാർത്ഥനയിൽ ഉപവാസത്തോടെ പങ്കെടുത്ത് തരികയാണ്. ഇന്ന് കേൾക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. പുറപ്പാട് 14:10. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള ആ ഒരു യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് അവരെ നിരാശപ്പെടുത്തിയ കാര്യമാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ നടന്നു പോകുമ്പോൾ അവർ കണ്ണുകൾ ഉയർത്തി വെറുതെ പുറകോട്ട് നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. അവർ നോക്കിയപ്പോൾ കണ്ടു. നമ്മളങ്ങനെ പുറകോട്ട് നോക്കാൻ എങ്ങനെയാണ് ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോഴാണ് പുറകോട്ട് നോക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ
മിക്കവാറും കേട്ട് കാണും. ഫറവോ അയച്ച ആ സൈന്യങ്ങൾ സഞ്ചരിക്കുന്ന കുതിരകളുടെ ആ കുളമ്പടി ശബ്ദം കേട്ട് കാണും. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിക്കാണും. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ ആ ശത്രുക്കളുടെ വളരെ വേഗത്തിലുള്ള വരവ് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഉടനെ അവർക്ക് എന്ത് സംഭവിച്ചു? ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു. എന്താണ് അവർ കണ്ടത്? കണ്ടതും കേട്ടതുമാണ് അവരുടെ പേടിയായി മാറിയത്, പേടി സ്വപ്നമായി മാറി. എല്ലാം കൈവിട്ടു പോയല്ലോ. നിങ്ങളും ചിലപ്പോൾ കണ്ടതും കേട്ടതും നിങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ നിങ്ങളുടെ കുടുംബത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരിക്കും. എന്താണ് നിങ്ങൾ കണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ കണ്ടത് മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും, നിങ്ങൾ കണ്ടത് ഡോക്ടറുടെ വാക്കായിരിക്കും കേട്ടത്, അല്ലെങ്കിൽ ചില വെല്ലുവിളിക്കുന്ന ആളുകളുടെ വാക്കുകൾ, അല്ലെങ്കിൽ ശത്രുക്കൾ വിധി പറഞ്ഞത്, നീ തകർന്നു പോകും, നീ നശിച്ചു പോകും, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, ശപിച്ചത്. ഇതൊക്കെ ആയിരിക്കും കണ്ടതും പലതും കണ്ടും കേട്ടും മടുത്തവരാ പലരും. ഇതാ ഇസ്രായേൽക്കാർ കണ്ടും കേട്ടും അവർ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. എന്ത് കാര്യം, എന്ത് കണ്ടിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് നിങ്ങളും പേടിച്ചും ഭയപ്പെട്ടും ടെൻഷൻ അടിച്ചും വിറയലോടും ഭയത്തോടും കൂടെയോ ഇരിക്കുന്നത്? അതൊക്കെയാ നിയോഗത്തോടെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ടിനി പ്രാർത്ഥിച്ചേ. അവരെഴുതി നോക്കും? അവർ കർത്താവിനെ ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എന്തെല്ലാം അവരുടെ മനസ്സിൻ്റെ ബലത്തെ കെടുത്തിയാലും അവർ അന്നേരം ചെയ്തത് എഴുതിയിട്ടുണ്ട്. അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. പലതും പേടിക്കുന്നതും ഭയപ്പെടുന്നതുമാ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽക്കാരുടെ ചെവികളിൽ മുഴങ്ങിയത് ഫറവോ അയച്ച സൈന്യങ്ങളുടെ കുളമ്പടി ശബ്ദമാണെങ്കിൽ, അവർ കണ്ടത് ഫറവോ അയച്ച സൈന്യങ്ങളെയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കാണുന്നത്, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് അതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ മുഴങ്ങുന്നത്, അതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളിൽ മുഴങ്ങുന്നത്. ബാക്കി എല്ലാ മുഴക്കങ്ങളെക്കാൾ ശക്തമായി സർവശക്തനായ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ മുഴങ്ങട്ടെ. ആ വചനം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ മടിയിൽ തുറന്നു വെച്ച് കാണുകയാണ്. ഇസ്രായേൽക്കാർ കണ്ണുകൾ ഉയർത്തി കണ്ടത് സൈന്യങ്ങളെയാണ്. തങ്ങളെ വീണ്ടും പിടിച്ച് കീഴ്പ്പെടുത്താൻ വരുന്ന സൈന്യത്തെയാണെങ്കിൽ, നിങ്ങൾ കാണുന്നത് സകലത്തിനെയും സകല പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്താണ് ദൈവത്തിൻ്റെ ഉത്തരമെന്ന് നോക്കൂ. 13-ാമത്തെ വാക്യം. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ അവിടെ ഉറച്ചു നിൽക്കുവിൻ. അടുത്ത കാര്യം ഈ നിയോഗ പ്രാർത്ഥന, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഉത്തരമാണ്. എന്താ പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അനുഗ്രഹം അടുത്താണ്. നിങ്ങൾക്കുള്ള വിടുതൽ വളരെ അടുത്താണ്. അതങ്ങകലെയല്ല, തോട്ടിയിട്ട് വലിച്ചു ചാടിക്കേണ്ട ഒന്നല്ല. അതടുത്താണ്, വളരെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്, വളരെ അടുത്താണ്. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നസ്രായനായ യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയെ സമർപ്പിക്കുന്ന യോഗം ഇന്ന് സ്വീകരിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് സ്വീകരിച്ചത് ഇന്ന് സാധിച്ചു തരണമെന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, എഴുതിയിരിക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തിനെ ഇനിമേൽ നിങ്ങൾ കാണില്ല. ആ പ്രശ്നം ഇപ്പോൾ വരും, ഞങ്ങളെ കീഴ്പ്പെടുത്തും, അത് വരത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. പേടിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയിൽ സമർപ്പിച്ചതിൻ്റെ മേൽ ദൈവഹിതമാണ് സംഭവിക്കാൻ പോകുന്നത്. പുറകെ വരുന്നതും സൈഡിൽ കൂടെ വരുന്നതും അല്ല ജീവിതത്തിൽ കയറി വരുന്നത്. ദൈവഹിതപ്രകാരമുള്ളതാണ് കയറി വരുന്നത്. ദൈവാനുഗ്രഹമുള്ളതാണ് എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിയോഗത്തിൽ കയറി വരുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എങ്ങനെ ശാന്തരായിരിക്കും? ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എങ്ങനെ? അതല്ലേ നമ്മളോട് പലരും ചോദിക്കുന്നത്.
എങ്ങനെ ശാന്തമായിരിക്കും, എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും, എങ്ങനെ പേടിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു കാര്യത്തിൽ, ദൈവത്തിൻ്റെ സന്നദ്ധി നിയോഗമായി ഏൽപ്പിച്ച കാര്യത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉത്തരം വന്നിരിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ തടിക്കഷ്ണത്തോടോ അല്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തോടാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു, നസ്രായനായ എൻ്റെ യേശു. ആ ദൈവസന്നിധിയിലാണ് ഇന്ന് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ നിയോഗവും എല്ലാം ഉള്ളത്. പ്രാർത്ഥിക്കാം. ഇന്നലെ അല്പസമയം കൂടുതലെടുത്തു, ആദ്യ ദിവസമായതുകൊണ്ടാണ്. ഉപവാസ നിയോഗ പ്രാർത്ഥന 15 മിനിറ്റോളമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവിധ നിലകളിൽ വേദനിക്കുന്നവരുണ്ട്, പല പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, കടലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിങ്ങനെയുള്ളവരുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, 100 കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, ക്യാൻസർ രോഗികളായിട്ടുള്ളവരുണ്ട്, കീമോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, വീണ് പരിക്കേറ്റവരുണ്ട്, നട്ടലിന് ക്ഷതം പറ്റി കിടക്കുന്നവരുണ്ട്, വിട്ടുമാറാത്ത നടുവേദനയുള്ളവരുണ്ട്, വയറിന് പ്രശ്നമുള്ളവരുണ്ട്, ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ട്, വാൽവിന് പ്രശ്നമുള്ളവരുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ട്, ചെവിക്ക്, തലയ്ക്ക് ഇയർ ബാലൻസ്, കാല് നടക്കാൻ പറ്റാത്തവർ, 100 ഞരമ്പിന് പ്രശ്നമുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, 100 പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, വിവാഹം നടന്നിട്ടില്ലാത്തവരുണ്ട്. എല്ലാവരെയും ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വയ്ക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ 5 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ ഈശോയെ, എൻ്റെ എല്ലാ നിയോഗങ്ങൾ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിക്കുന്ന 3 നിയോഗങ്ങൾ സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ. ഈ നിയോഗങ്ങൾ ഒന്നുപോലും മാറ്റിക്കളയാതെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. സാധിച്ചു തരണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സാധിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. 2 ദിവസങ്ങൾ കഴിഞ്ഞു, നാളെ 3-ാമത്തെ ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അനുഗ്രഹമാകട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും എല്ലാം ദൈവം നമ്മെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഈ വലിയ കുടുംബത്തെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെ 5:30 നമുക്ക് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരണം. സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക. നിങ്ങളിലൂടെ ഒരാൾ വചനം കേട്ടെങ്കിൽ അത് ഈ ആയുസ്സിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവരാജ്യ വളർച്ചയ്ക്ക്, ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.